നമസ്കാരം. മരുഭൂമിയുടെ ചൂടൻ കാറ്റിൽ വീണ്ടും ഒരു മുന്നറിയിപ്പിന്റെ ശബ്ദം ഉയർന്നിരിക്കുകയാണ്. ബോംബുകളുടെ പുകയും മിസൈലുകളുടെ ജ്വാലയും നിറഞ്ഞ പശ്ചിമേഷ്യൻ ആകാശത്ത് ഇത്തവണ മുഴങ്ങിയത് ഒരു സൈനിക പ്രഖ്യാപനമല്ല, ഒരു രാഷ്ട്രീയ പ്രവചനമാണ്. അവസാനം ഇറാനിലെ ഭരണകൂടം തകരുമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന യുദ്ധഭൂമിയിൽ നിന്ന് ഉയരുന്ന സാധാരണ വാചകമല്ല. ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന ചോദ്യത്തെ വീണ്ടും ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇറാന്റെ അടിത്തറ ഇളകിക്കഴിഞ്ഞതായും മുൻപുണ്ടായിരുന്ന കരുത്തിലേക്ക് അവർക്ക് ഇനി തിരിച്ചെത്താനാകില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളുന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചത്. മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയുടെ വിടവാങ്ങൽ ചടങ്ങിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ശത്രുക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിനെതിരെ ഗൂഢാലോചന നടത്തുന്ന എല്ലാ ശത്രുക്കളും ഇതറിയുക. നിങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടും. ഇറാൻ ഇതിനകം തന്നെ വലിയ വില നൽകി കഴിഞ്ഞു. ഈ ഭീകര ഭരണകൂടത്തിന്റെ അടിത്തറ തകർന്നിരിക്കുകയാണ്. പഴയ പ്രതാപത്തിലേക്ക് അവർക്ക് ഇനി തിരിച്ചു വരാനാകില്ല. അത് തകരാൻ വിധിക്കപ്പെട്ടതാണെന്നും നെതന്യാഹു പറഞ്ഞു. താൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായും ചർച്ച നടത്തിയെന്നും ഇരുവിഭാഗവും ആക്രമണം നിർത്താൻ ധാരണയായെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ബെയ്റൂട്ടിൽ ആസൂത്രണം ചെയ്ത സൈനിക നടപടിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയെന്നും ഹിസ്ബുള്ള തിരിച്ചുള്ള ആക്രമണങ്ങൾ നിർത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഈ ഔദ്യോഗിക വെടിനിർത്തൽ വാർത്തകളിൽ നിന്ന് നെതന്യാഹു അകലം പാലിച്ചു. ഇസ്രായേൽ നഗരങ്ങൾക്കും ജനങ്ങൾക്കും നേരെ ആക്രമണം തുടർന്നാൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടി തുടരുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. യുദ്ധം ആരംഭിച്ച നാളുകളിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാന വാദം സുരക്ഷയും പ്രതിരോധവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ലക്ഷ്യം വെറും സുരക്ഷയല്ല എന്നും ഇറാന്റെ ഭരണ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുകയോ മാറ്റിമറിക്കുകയോ ചെയ്യാനുള്ള ദീർഘകാല രാഷ്ട്രീയ ആഗ്രഹവും ഈ സംഘർഷത്തിന്റെ പിന്നിലുണ്ടെന്ന സംശയം ശക്തമാവുകയാണ്. എന്നാൽ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ചരിത്രം പരിശോധിച്ചാൽ പുറത്തുനിന്നുള്ള സൈനിക സമ്മർദ്ദം മാത്രം ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം തകർക്കുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇറാൻ വർഷങ്ങളായി ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികളും രാഷ്ട്രീയ അസ്വസ്ഥതകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭരണ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ പ്രവചനം അത് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ സ്ഥിതിയിൽ കഴിയും. ഈ പ്രസ്താവനയുടെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും ശ്രദ്ധേയമാണ്. ലെബനനിൽ ഹിസ്ബുള്ളയുമായി സംഘർഷം തുടരുകയും ഇറാനുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹു ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. അതിലൂടെ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ഒരു ആത്മവിശ്വാസ സന്ദേശം നൽകാനും യുദ്ധത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തെ ന്യായീകരിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലുകളുണ്ട്. പക്ഷേ ഈ വാക്കുകൾ മറ്റൊരു അപകടകരമായ സൂചനയും നൽകുന്നു. ഒരു ഭരണകൂടത്തിന്റെ പതനത്തെ പരസ്യമായി ലക്ഷ്യമിടുന്ന പ്രസ്താവനകൾ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കും. കാരണം അത്തരം സാഹചര്യങ്ങളിൽ ചർച്ചകളും സമവായങ്ങളും പിന്നിലേക്ക് പോവുകയും നിലനിൽപ്പിനായുള്ള പോരാട്ടം മുന്നിലേക്ക് കൂടുതൽ ശക്തിയിൽ വരികയും ചെയ്യും. അതോടെ സമാധാന സാധ്യതകൾ കൂടുതൽ അകലാൻ സാധ്യതയുണ്ട്. ഓരോ നേതാവും വിജയം പ്രഖ്യാപിക്കുമ്പോഴും മരുഭൂമിയിലെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നാണ്: ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും? കാരണം ഭരണകൂടങ്ങൾ ഉയരുകയും വീഴുകയും ചെയ്യുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ യുദ്ധം നീണ്ടുപോകുമ്പോൾ തകരുന്നത് ഭരണകൂടങ്ങൾ മാത്രമല്ല, നഗരങ്ങളും കുടുംബങ്ങളും മനുഷ്യരുടെ ഭാവിയും ജീവനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന ഒരു മുന്നറിയിപ്പായി കാണാം. പക്ഷേ അത് യുദ്ധത്തിന്റെ അവസാനം പ്രഖ്യാപിക്കുന്നില്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വത്തിന്റെ പുതിയ അധ്യായം തുറക്കപ്പെടുകയാണെന്ന സൂചനയാണ് നൽകുന്നത്.